ഹായ് ബിംബിലിക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. അങ്ങനെ നമ്മുടെ നോളേട്ടൻ്റെ ദി ഒഡീസി കണ്ടു ഗൈസ്. ഹോമറിൻ്റെ ഒഡീസിനെ ആസ്പദമാക്കി ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത ദി ഒഡീസി. മാറ്റ് ഡോമനാണ് ഒഡീസി ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്പൈഡർമാൻ ടോം ഹാലൻഡ് നമ്മുടെ ഒഡീസിയുടെ മകനായിട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും തന്നെ കിടിലൻ പെർഫോമൻസ് തന്നെയായിട്ടായിരുന്നു. പക്ഷേ അതിന് മേലേക്ക് പറയേണ്ടത് നമ്മുടെ നോളേട്ടൻ. ഒരു 3 മണിക്കൂറുള്ള ഒരു പടത്തിനെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതൊരു അപാര കഴിവ് തന്നെയാണ്. ആ കഴിവ് ആവശ്യത്തിൽ കൂടുതലുണ്ട് നമ്മുടെ നോളേട്ടന്. അത്രയ്ക്കും ഗംഭീരമായിട്ട് ഈ ഒരു പടം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസ്, ഫ്രെയിം, ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ, ആഹാ എന്താ രസം! കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ, വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്കും ഗംഭീരം. അതുപോലെ തന്നെ ട്രോയ് എന്നുള്ളൊരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് ഈ ഒരു പടം കണക്റ്റ് ആവും. കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ട്രോയുടെ ഒരു സീക്വലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒഡീസി. അതായത് ട്രോജൻ വാറിന് ശേഷം ഒഡീസിയും അവരുടെ ഗ്യാങ്ങും സ്വന്തം രാജ്യമായി ഇത്താക്കയിലേക്ക് തിരിച്ചു പോകുന്നതും അവരെത്തിപ്പെടുന്ന ഓരോ സ്ഥലങ്ങൾ, ആ യാത്രക്കിടയിൽ എത്തിപ്പെടുന്ന ഓരോ സ്ഥലങ്ങൾ, അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങൾ, അതൊക്കെ തരണം ചെയ്ത് അവരെങ്ങനെ തിരിച്ച് നാട്ടിലെത്തുന്നു, ഒഡീസി തിരിച്ചെങ്ങനെ നാട്ടിലെത്തുന്നു. ഇതാണ് ഈ പടത്തിൻ്റെ മെയിൻ തീം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫുൾ പവർ വാർ മൂവി ആയിട്ട് സമീപിക്കാതിരിക്കുക. അങ്ങനെ സമീപിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയാവും ഫലം. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ഈ കഥ അറിയാത്ത ഒരാളായിരുന്നാൽ പോലും പോയി കണ്ടിരുന്നാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നോളേട്ടൻ്റെ ചില പടങ്ങളെ പോലെ അയ്യോ എന്തിനാ നമുക്കൊന്നും മനസ്സിലായില്ലോ എന്നൊരു ഫീൽ നമുക്ക് ഒരിക്കലും വരില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവണ പോലെ നല്ല വെടുപ്പായിട്ട് വൃത്തിയായി കിറ്റലിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും ഗംഭീര പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. OTT വന്നിട്ട് കാണാൻ വെച്ചാൽ ആരും ഇരിക്കേണ്ട. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി തന്നെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ പലരും പറഞ്ഞു കേട്ടു ഐമാക്സിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഗംഭീരമാവുന്നുള്ള കാര്യം. ഞാനിത് ഐമാക്സിൽ കണ്ടിട്ടില്ല. ഒരു പ്രോപ്പർ ഐമാക്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇല്ല, ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഐമാക്സ് സ്ക്രീൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്ക്രീനും അത്യാവശ്യം സൗണ്ട് എഫക്റ്റ് ഉള്ള ഒരു തിയേറ്റർ നോക്കി ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ കണ്ടതൊരു ആവറേജ് തിയേറ്ററിലാണ്. എന്നിട്ട് പോലും എനിക്കൊരു 10 അബോവ് ആവറേജ് ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾ അതിനേക്കാൾ നല്ലൊരു തിയേറ്റർ ചൂസ് ചെയ്യുക. എന്തായാലും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂവുമായിട്ട് വരുന്നവരെ ഇറ്റ്സ് സൈനിങ് ഓഫ് കാൻഡിൽമാൻ റിവ്യൂസ്.